ഇന്നും ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ക്രൈസ്തവ പീഡനങ്ങളുടെ നൂറുകണക്കിന് വാർത്തകൾ ഓരോ വർഷവും വരുന്നുണ്ട്. കള്ളക്കേസുകളിൽ കുരുക്കി മതപരിവർത്തന ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിച്ച് നിരവധി പേരെ ജയിലിനകത്തിട്ടിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നെന്നറിയാമോ? ജയിലിൽ കിടക്കുന്ന അവർ അവിടെ സുവിശേഷം പറയുന്നു, അവിടെ ചില ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. ഇതാണ് ജയിലുകളിൽ പോലും സംഭവിക്കുന്നത്. മാത്യു ശാമുവേലിന്റെ നിരീക്ഷണം കൃത്യമാണ്. പെന്തക്കോസ്തിനെ തകർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തികൾക്കും സാധിക്കത്തില്ല. എതിർപ്പുകൾ കൊണ്ടോ മർദ്ദനങ്ങൾ കൊണ്ടോ ജയിൽ കൊണ്ടോ പെന്തക്കോസ്ത് ഇല്ലാതെയാകത്തില്ല. അതിശക്തമായി അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ മാത്യു ശാമുവേലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ പ്രതിഭാധനരായ പത്രപ്രവർത്തകരിൽ ഒരാളാണ് മാത്യു ശാമുവേൽ. അന്വേഷണാത്മക പത്രപ്രവർത്തനം കൊണ്ടും സ്റ്റിംഗ് ഓപ്പറേഷനുകൾ കൊണ്ടും ഇന്ത്യയുടെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ച ശക്തനായ ഒരു പത്രപ്രവർത്തകൻ. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ക്രൈസ്തവ സഭകളെക്കുറിച്ചും പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയെക്കുറിച്ചും അതിന്റെ മുന്നേറ്റത്തെക്കുറിച്ചും പെന്തക്കോസ്ത് സഭകളുടെ ചരിത്രവുമൊക്കെ വിശദമായി തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എത്രത്തോളം കൃത്യതയുള്ളതാണ്, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ശരിയാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടോ, നമുക്ക് പരിശോധിക്കാം. പെന്തക്കോസ്ത ഉണർവുകളെ കുറിച്ചും കേരളത്തിലെ ക്രൈസ്തവ സഭകളെ കുറിച്ചും ശ്രീ മാത്യു ശാമുവേൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പെന്തക്കോസ്ത് ലോകമാകമാനം അതിശക്തമായി വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ പെന്തക്കോസ്തിന് വലിയ വളർച്ചയുണ്ട്. ധാരാളം ആളുകൾ വിവിധ മതവിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ വ്യവസ്ഥാപിത പാരമ്പര്യ എപ്പിസ്കോപ്പൽ സഭകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഭകളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ പെന്തക്കോസ്ത വിശ്വാസം സ്വീകരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മാത്യു ശാമുവേൽ തന്റെ നിരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലുകൾ എത്രത്തോളം വാസ്തവമാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയുവാൻ സാധിക്കും, അത് ഏകദേശം കൃത്യമായ നിരീക്ഷണമാണ്. എന്നാൽ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചിലതുകൂടെയൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, പെന്തക്കോസ്തിന്റെ ആരംഭത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 1905 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അസൂസ സ്ട്രീറ്റിൽ വില്യം ജെ സൈമൂർ എന്ന് പറയുന്ന ഒരു കറുത്ത വർഗക്കാരനിലൂടെ ആരംഭിച്ച ഒരു ഉണർവാണ് ലോകമെങ്ങും പെന്തക്കോസ്ത് വ്യാപിക്കുവാൻ കാരണമായത് എന്നാണ്. ഏകദേശം കൃത്യമായ ഒരു നിരീക്ഷണമാണത്. 1905 ഉണ്ടായ ആ ഉണർവിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ലോകമെങ്ങും വ്യാപിച്ചു കാണുന്ന ആധുനിക കാല പെന്തക്കോസ്ത് സഭകളുടെ അടിത്തറ. അപ്പോൾ തന്നെ അതിനോട് ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ചാൾസ് പെർഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാൻസാസിലെ ടൊപ്പീക്കയിൽ ബഥേൽ ബൈബിൾ സ്കൂൾ എന്ന പേരിൽ ഒരു വേദപാഠശാല നടത്തിയിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭ ദിവസത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടിയിരുന്ന് വർഷാവസാന പ്രാർത്ഥന നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആഗ്നസ് ഓസ്മാൻ എന്ന യുവതിയുടെ മേലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ വെളിപ്പെടുകയും അവിടെ വെച്ച് ആധുനിക കാല പെന്തക്കോസ്തിന്റെ ഒരു പുതിയ ആരംഭമുണ്ടാകുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. ഈ ബൈബിൾ കോളേജിലേക്കാണ് വില്യം ജെ സൈമൂർ വന്ന് പഠനം നടത്തുന്നത്. അവിടെ പഠനം നടത്തിയ വില്യം ജെ സൈമൂർ എന്ന കറുത്ത വംശക്കാരനും ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ടു. തന്റെ പഠനത്തിന് ശേഷം അദ്ദേഹം കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലേക്ക് പോകുകയും അസൂസ സ്ട്രീറ്റിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കുകയും ചെയ്തു. ആ സമ്മേളനങ്ങളാണ് ലോകമെങ്ങും ഇന്ന് അറിയപ്പെടുന്ന അസൂസ സ്ട്രീറ്റ് ഉണർവിന്റെ ആരംഭം. രണ്ടാമതായി, മാത്യു ശാമുവേൽ ഇന്ത്യയിലെ പെന്തക്കോസ്ത് അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ രണ്ട് മിഷണറിമാരുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 1920 ഇന്ത്യയിലെത്തിയ A.G. ഖാർ, ജോർജ് ബർഗ് എന്നിവരുടെ പേരുകളാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അവർ 1920 ഇന്ത്യയിലെത്തുന്നത്. ഇവർ രണ്ടുപേരും അസൂസ സ്ട്രീറ്റ് ഉണർവിൽ പങ്കാളികളായിരുന്നു. എന്നാൽ അവർ ഇന്ത്യയിലേക്ക് എത്തുന്നത് 1907
അതിൽ AG ഖാർ കൽക്കട്ടയിലും ജോർജ് ബർഗ് സൗത്ത് ഇന്ത്യയിലുമാണ് പ്രവർത്തിച്ചത്. ഇതിൽ ജോർജ് ബർഗ് 1908 മുതൽ 14 വരെ സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ നടത്തി. കേരളത്തിലെ പെന്തക്കോസ്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. മാത്യു ശാമുവേൽ പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇന്ത്യയിലെ പെന്തക്കോസ്തിന്റെ തുടക്കം ഈ രണ്ടു പേരിലൂടെയല്ല. ഇന്ത്യയിലെ പെന്തക്കോസ്ത് അനുഭവം ആദ്യമായി ആരംഭിക്കുന്നത് 1905 പൂനെയിലെ മുക്തി മിഷനിലാണ്. പണ്ഡിത രമാഭായി എന്ന് പറയുന്ന വനിതാ രത്നം നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീകളുടെ സങ്കേതമായിരുന്നു മുക്തി മിഷൻ. ആ മുക്തി മിഷനിൽ 2000-ലധികം അന്തേവാസികൾ ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രാർത്ഥനാ മുറിയിൽ ഉണർവിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ത്രീകളുടെ മേലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അന്ന് അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള അനുഭവം അവർക്കൊരു പുതുമയുള്ള അനുഭവമായിരുന്നു. മറ്റൊരിടത്തും അവർ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ അനുഭവം. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അസൂസ സ്ട്രീറ്റിൽ ഉണർവുണ്ടാകുന്ന അതേ കാലഘട്ടത്തിലാണ് മുക്തി മിഷനിലും ഉണർവുണ്ടാകുന്നത്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ ഇടങ്ങളിൽ ഒരേ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഇനി അതുമാത്രവുമല്ല, അഭിഭക്ത ഭാരതത്തിൽ പഞ്ചാബിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അലയൻസ് മിഷന്റെ ഒരു സെന്റർ ഉണ്ടായിരുന്നു. അവിടെയും ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇതേ കാലഘട്ടത്തിൽ. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്കും അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം ഉണ്ടായി. അപ്പോൾ ഓർക്കുക, വ്യത്യസ്തമായ 3 സ്ഥലങ്ങളിൽ, പരസ്പര ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം ഉണ്ടാകുന്നു. ഒരുപക്ഷെ നമ്മൾ അറിയാത്ത എത്രയോ ഇടങ്ങളിൽ അതേ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം ഉണ്ടായി കാണാം. എന്തായിരുന്നാലും ഇതെല്ലാം ഒരേ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. അതിനെ തുടർന്ന് സഭകൾ ഉടലെടുക്കുന്നു. ഇതിൽ അസൂസ സ്ട്രീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അസൂസ സ്ട്രീറ്റിൽ നടന്ന മീറ്റിങ്ങുകൾ, യോഗങ്ങൾ തുടർച്ചയായി ചില വർഷങ്ങളിലേക്ക് നീണ്ടുനിന്നു. ആ മീറ്റിങ്ങുകളിൽ ഉണർവിലേക്ക് പങ്കാളികളാകുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അമേരിക്കയുടെ വിവിധ സിറ്റികളിൽ നിന്നും ആളുകൾ ഓടിക്കൂടി. അങ്ങനെ വന്നവരെല്ലാം പരിശുദ്ധാത്മ അനുഭവം പ്രാപിക്കുകയും അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സന്ദേശവുമായി യാത്ര ചെയ്യുകയും ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തവരാണ് ഇന്ത്യയിലെത്തിയ ആദ്യകാല പെന്തക്കോസ്ത് മിഷണറിമാരും. മൂന്നാമത്തെ കാര്യം, മാത്യു ശാമുവേൽ പറയുന്നു, കേരളത്തിലെ പെന്തക്കോസ്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുക്ക് സാഹിബ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ മിഷണറിയാണ്. അത് 100% സത്യമാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുൻപ് ഇവിടെ പെന്തക്കോസ്ത് സഭ ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മുൻപ് നമ്മൾ പരാമർശിച്ച ജോർജ് ബർഗ് എന്ന് പറയുന്ന മിഷണറി 1908 ഇവിടെ എത്തുകയും കൊട്ടാരക്കരയിൽ നടന്ന ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം പെന്തക്കോസ്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രദറുകാർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അവർ അദ്ദേഹത്തെ പുറത്താക്കി. തുടർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് അടൂരിനടുത്ത് തുവയൂരുള്ള ഒരു സ്വതന്ത്ര കൂട്ടായ്മക്കാരായിരുന്നു. അവിടെ കുറെ ആളുകൾ ആത്മീയമായ ഒരു നവോത്ഥാനം ഉണ്ടായിട്ട് ആത്മീയമായ ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നവരായി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ജോർജ് ബർഗ് പോകുകയും അവിടെ പെന്തക്കോസ്തിനെ കുറിച്ച് പ്രസംഗിക്കുകയും ആളുകൾ ആ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. ഈ ജോർജ് ബർഗ് മടങ്ങി അമേരിക്കയിലെത്തുകയും സൗത്ത് ഇന്ത്യയിലെ ആത്മീയ ഉണർവിനെ കുറിച്ച് അദ്ദേഹം തന്റെ അനുഭവ വിവരണം നൽകുകയും ചെയ്യുന്നത് കേട്ടാണ് റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയിലേക്ക് വരുവാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 1913 റോബർട്ട് എഫ് കുക്ക് ഇന്ത്യയിലെത്തി. ബാംഗ്ലൂർ കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. ബാംഗ്ലൂരിൽ പാർത്തുകൊണ്ട് 1914 കുക്ക് സാഹിബ് കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം എത്തിയത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ തുവയൂരിലെ ജോർജ് ബർഗിനാൽ സ്ഥാപിതമായ പെന്തക്കോസ്ത് സഭയിലേക്കാണ് ആദ്യം കുക്ക് സാഹിബ് എത്തുന്നത്. പിന്നീട് അദ്ദേഹം മധ്യ തിരുവിതാംകൂറിൽ ഉടനീളം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലും ദളിത് സമൂഹത്തിന്റെ ഇടയിലും പെന്തക്കോസ്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് പ്രസംഗിച്ചു.
അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായ നിരവധി ആളുകൾ അദ്ദേഹത്തോട് കൂടെ ചേരുവാൻ തയ്യാറായി. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു സമൂഹം ഇവിടെ പെന്തക്കോസ്തിന്റെ തുടക്കക്കാരായി മാറി എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോഴും കുക്ക് സാഹിബ് ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് കേരളത്തിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുകയാണ് ചെയ്തിരുന്നത്. 1921 അദ്ദേഹം കൊട്ടാരക്കരയിൽ താമസമാക്കുന്നത്. അങ്ങനെ കൊട്ടാരക്കരയിൽ താമസമാക്കുന്ന റവറൻഡ് RF കുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ മധ്യ തിരുവിതാംകൂറിൽ ധാരാളം ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉടലെടുത്തു. ദളിത് സമൂഹത്തിൽ നിന്നും സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ധാരാളം ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക് വരികയും പെന്തക്കോസ്ത് അനുഭവങ്ങൾ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് വന്നവരിൽ പലരും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഉത്സുകരാകുകയും പ്രസംഗിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. പതിയെ പതിയെ അവരൊക്കെ ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. മാത്യു ശാമുവേൽ 4-മതായി പറയുന്ന കാര്യം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയാണ് കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭ. പാസ്റ്റർ KE എബ്രഹാമാണ് അതിന്റെ സ്ഥാപകൻ. ഇവിടെയും വസ്തുതാപരമായ ഒരു തെറ്റുണ്ട്. സത്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാണ്. റോബർട്ട് F കുക്ക് എന്ന് പറയുന്ന മിഷണറി കേരളത്തിലേക്ക് പ്രവർത്തനത്തിനെത്തുമ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര മിഷണറി ആയിട്ടാണ് കേരളത്തിലെത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനവുമായും ഒരു ബന്ധവുമില്ലായിരുന്നു. അദ്ദേഹം കേരളത്തിൽ എത്തുന്ന കാലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് പോലുമില്ല. എന്നാൽ 1919 അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന RF കുക്ക് അതിനകം അവിടെ ശക്തി പ്രാപിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയും ആ പ്രസ്ഥാനത്തിന്റെ ഒരു മിഷണറിയായി ഔദ്യോഗികമായി അംഗീകാരം വാങ്ങിക്കൊണ്ട് മടങ്ങി കേരളത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ തന്റെ പ്രവർത്തനങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കുക്ക് തയ്യാറായി. ഇതേ കാലഘട്ടത്തിൽ തന്നെ 1915 അസംബ്ലീസ് ഓഫ് ഗോഡ് ഔദ്യോഗികമായി ഒരു മിഷണറിയെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ മിഷണറിയുടെ പേര് മേരി ചാപ്മാൻ എന്നാണ്. മേരി ചാപ്മാൻ സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് 1922 മുതൽ അവർ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. പിന്നീട് ചെങ്ങന്നൂരിലേക്കും മാവേലിക്കരയിലേക്കും ഒക്കെ അവരുടെ പ്രവർത്തന മേഖല മാറ്റി. മാവേലിക്കരയിൽ വെച്ചാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഇന്നും അവരുടെ കല്ലറ മാവേലിക്കരയിലുണ്ട്. അപ്പോൾ മേരി ചാപ്മാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഔദ്യോഗിക മിഷണറിയായി കേരളത്തിലെത്തുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കുക്ക് സാഹിബും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണ് കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭയെന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയുവാൻ സാധിക്കും. അതാണ് ചരിത്ര വസ്തുത. നേരത്തെ മാത്യു ശാമുവേൽ പറഞ്ഞ KE എബ്രഹാമിനെ പോലെ, KC ചെറിയാനെ പോലെ, PM സാമുവേലിനെ പോലെ, TG ഉമ്മനെ പോലെ പല ചെറുപ്പക്കാർ സുറിയാനി ക്രിസ്ത്യാനി സഭകളിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരികയും അവർ ലീഡർഷിപ്പിലേക്ക് പതിയെ വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു 20കളുടെ മധ്യകാലഘട്ടം. ഇവരെല്ലാവരും കുക്ക് സാഹിബിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. സ്വാഭാവികമായും അവരെല്ലാവരും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 1930 ആകുമ്പോഴേക്ക് സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ ലീഡേഴ്സിന് സായിപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിനോട് ഒരു വിരക്തി ഉണ്ടായി. അതിനൊരു പ്രധാന കാരണം ഇന്ത്യയിൽ അന്ന് വിദേശികൾക്കെതിരായി തങ്ങളെ അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ ഒരു വികാരം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. വൈദേശികമായ എന്തിനേയും എതിർക്കുന്ന ഒരു കാലഘട്ടം. ആ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ചെറുപ്പക്കാർ കൂടെ തയ്യാറായപ്പോൾ ഒരു സായിപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കാതെ സ്വതന്ത്രമായ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുവാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ തീരുമാനിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് റോബർട്ട് F കുക്കുമായുള്ള ബന്ധം വിട്ട് സ്വതന്ത്രമായ ഒരു സഭയായി അവർ മാറ്റപ്പെട്ടു. അതാണ് പിന്നീട് IPC എന്ന പേരിൽ 1935 രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. IPCയുടെ ചരിത്രവും മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. 5-മതായിട്ട് മാത്യു ശാമുവേൽ മുന്നോട്ട് വെക്കുന്ന ഒരു നിരീക്ഷണം, അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ച ഉണർവ് അത് സ്ട്രീറ്റിൽ നിന്നുള്ള ഉണർവായതുകൊണ്ടാണ് ഉപദേശിമാരെല്ലാം തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കുന്നവരായി മാറിയതെന്നാണ്. നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ തെറ്റെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാൽ സത്യത്തിൽ പള്ളിമേടകളിൽ മാത്രം ഇരുന്ന സുവിശേഷവും ബൈബിളും ദൈവവചനവും ഒക്കെ
തെരുവിലേക്ക് എത്തിച്ചു, അല്ലെ മരച്ചുവടുകളിലേക്ക് എത്തിച്ചു, വീടുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ തെരുവ് പ്രസംഗങ്ങളുടെ യാഥാർത്ഥ്യം. അത് അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ചത് കൊണ്ടല്ല, ഇത് പള്ളിമേടകളിൽ മാത്രം ഇരിക്കേണ്ടതല്ല ആത്മീയത എന്ന് തിരിച്ചറിഞ്ഞ, അങ്ങനെ ബോധ്യമുണ്ടായ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് അവർക്ക് പ്രസംഗിക്കുവാൻ മറ്റിടങ്ങളില്ലായിരുന്നു. അവർക്ക് തെരുവിൽ നിന്ന് പ്രസംഗിക്കുവാനേ അവസരമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ തെരുവുകളിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അസൂസ സ്ട്രീറ്റ് എന്നുള്ള ആ വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് ഇവര് തെരുവിൽ പ്രസംഗിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആറാമതായിട്ട് മാത്യു ശാമുവേലിന്റെ ഒരു നിരീക്ഷണം. പെന്തക്കോസ്തിലെ ഉപദേശിമാർ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അവരുടെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ബൈബിളും ചിലർക്കൊക്കെ സൈക്കിളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവര് പട്ടിണി കിടന്നു, കഷ്ടപ്പെട്ടു. അവർ ആത്മാർത്ഥതയോടെ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ നേറ്റിവിറ്റി ചർച്ചുകൾ ഉണ്ടായി. അതായത് ഓരോ പ്രാദേശിക ഭാഷയിൽ ആ ദേശത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള സഭകൾ ഉടലെടുത്തു. ഇതെല്ലാം കൃത്യമായ നിരീക്ഷണമാണ്. പെന്തക്കോസ്തിലേക്ക് വന്ന ആളുകൾ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുക എന്നുള്ളതായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ആത്മരക്ഷയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗപ്രാപ്തിയും മറ്റുള്ളവർക്കൂടെ നൽകണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയ ആഗ്രഹം, അതിനുവേണ്ടിയുള്ള സമർപ്പണം, ഏത് ത്യാഗവും സഹിക്കുവാനുള്ള സന്നദ്ധത, ഇതൊക്കെ പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളായിരുന്നു. പണം അവിടെ ഒരു വിഷയമേ ആയിരുന്നില്ല. ഇവരെല്ലാം വിശ്വാസത്തിന്റെ വേല ചെയ്തവരാണ്. ഇവരാരും പണം കൊടുക്കാമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്തതുകൊണ്ടോ മാസാമാസം ആരെങ്കിലും എന്തെങ്കിലും നൽകുമെന്ന് വിചാരിച്ചോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരായിരുന്നില്ല. ഈ ഉപദേശിമാരെല്ലാം മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് ദൈവം തങ്ങളെ വിളിച്ചു, തങ്ങൾ കർത്താവിന്റെ വേലക്കാരാണ്, തങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉപജീവനത്തിനുള്ളത് ദൈവം തരുവാൻ വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, കഠിനാധ്വാനം, അതിൻ്റെയൊക്കെ അനന്തര ഫലമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ പെന്തക്കോസ്ത് ഒരു വലിയ ശക്തിയായി, പതിനായിരക്കണക്കിന് ആളുകളുള്ള അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സഭകളുള്ള വലിയ മുന്നേറ്റമായി ഇത് മാറിയെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ചോര നീരാക്കി അധ്വാനിച്ച പതിനായിരക്കണക്കിന് ഉപദേശിമാരാണ്. അവരെ പിന്തുണച്ച വിശ്വാസ സമൂഹമാണ്. ശ്രീ മാത്യു ശാമുവേൽ ചിലരുടെയൊക്കെ പേരുപയോഗിക്കുന്നുണ്ട്. അത് പോൾ പിള്ള, ഡോക്ടർ മുരളീധർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. സത്യത്തിൽ ഇവരെല്ലാം മഹാന്മാരായ ദൈവദാസന്മാരാണ്. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ പോയവരുടെ കൂട്ടത്തിൽ പെട്ടവരല്ല ഇവരൊന്നും. ആദ്യ കാലഘട്ടങ്ങളിൽ പോയവര് ഞാൻ ഒന്ന് രണ്ട് പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആന്ധ്രയിലേക്ക് പോയ PM സാമുവേൽ, PT ചാക്കോ, അന്നമ്മ മാമൻ, ഇവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ പോയി തെലുങ്ക് നാട്ടിൽ സുവിശേഷ വേല ചെയ്ത ദൈവദാസന്മാരാണ് കേരളത്തിൽ നിന്ന് പോയവർ. MK ചാക്കോയും KJ സാമുവേലും ഇന്നത്തെ ലാഹോറിൽ പോയി കർത്താവിന്റെ വേല ചെയ്തവരാണ്. ഡൽഹിയിലും ലാഹോറും ഒക്കെ. MK ചാക്കോ ഡൽഹിയിലും KJ സാമുവേൽ ലാഹോറിലും പോയി പ്രവർത്തിച്ചവരാണ്. കേരളത്തിൽ നിന്ന് നടന്ന് ഗുജറാത്തിലേക്ക് പോയ തോമസ് പരദേശി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് സൗത്ത് ഗുജറാത്തിലെ ആദിവാസി സമൂഹം മുഴുവൻ ക്രിസ്തു സഹിതരായി മാറുവാൻ കാരണമായി തീർന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ കോണുകളിലേക്കും കേരളത്തിൽ നിന്ന് വിശ്വാസം മാത്രം കൈമുതലാക്കി വേദപുസ്തകവും കയ്യിലെടുത്തുകൊണ്ട് യാത്ര ചെയ്ത, അവിടങ്ങളിൽ പോയി താമസിച്ച് സമർപ്പണ ജീവിതം നയിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്ത നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇന്ന് ഇന്ത്യയിലെ പെന്തക്കോസ്ത് വളർച്ചയുടെ അടിത്തറയിട്ടത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. മാത്യു ശാമുവേൽ പറഞ്ഞത് 100% കറക്റ്റാണ്. എന്നാൽ നമ്മൾ അറിയാത്ത നൂറുകണക്കിന് പേരുകൾ അവിടെ ഉണ്ടെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. അടുത്തതായിട്ട് മാത്യു ശാമുവേലിന്റെ ഒരു നല്ല നിരീക്ഷണം. ഈ പെന്തക്കോസ്ത് ഉപദേശിമാര് അല്ലെ പെന്തക്കോസ്ത് പ്രവർത്തകർ, അവരെ ഉപദ്രവിച്ചാലും അവരെ തല്ലിയാലും അവരെ എതിർത്താലും ഒന്നും അവരാരെയും തിരിച്ചൊന്നും ചെയ്യാറില്ല. ആ എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഒന്നും അവരെ ബാധിക്കുകയില്ല, അവരെ തളർത്തി കളയുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണത്. ഈ പെന്തക്കോസ്തിന്റെ തുടക്കം മുതൽ അതിശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചാണ് പെന്തക്കോസ്തിലെ ആദ്യകാല പ്രവർത്തകരെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. അന്ന് പ്രധാനമായും എതിർത്തത്
മറ്റ് മതസമൂഹങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ പാരമ്പര്യ ക്രൈസ്തവ സഭകൾ തന്നെയാണ് പെന്തക്കോസ്ത് സമൂഹത്തെ ഏറ്റവും ശക്തമായി എതിർത്തത്. പെന്തക്കോസ്തിലേക്ക് പോയവരെ കുടുംബങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി, എല്ലാ ചടങ്ങുകളിൽ നിന്നും മാറ്റി നിർത്തി. വിവാഹങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ട് വന്ന് പന്തിയിലിരുന്ന് ഇലയിട്ട് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞപ്പോൾ നീ പെന്തിക്കോസിൽ പോയവനല്ലേ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു വിട്ട അനുഭവങ്ങളുള്ള 100 കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ പള്ളി ഭ്രഷ്ടരാക്കപ്പെട്ട 100 കണക്കിന് ആളുകൾ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ പള്ളി ഭ്രഷ്ടരാക്കപ്പെട്ടു. അതുപോലെ തന്നെ സ്നാനപ്പെട്ടതിന്റെ പേരിൽ, പെന്തക്കോസ്തിലെ യോഗത്തിന് പോയതിന്റെ പേരിൽ, ആഭരണമൂരിയതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായ 100 കണക്കിന് ആളുകൾ പെന്തക്കോസ്തിലുണ്ട്. ഇതൊക്കെ ആരംഭകാല പെന്തക്കോസ്തിന്റെ പ്രതിസന്ധിയായിരുന്നു. അതിശക്തമായ എതിർപ്പുകൾ ഇവിടുത്തെ സമുദായ സഭകൾ, ഇവിടുത്തെ പാരമ്പര്യ ക്രൈസ്തവ സഭകൾ പെന്തക്കോസ്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. പക്ഷേ ഇന്ന് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് മറ്റു സമൂഹങ്ങളോടൊപ്പം അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറ്റപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് പെന്തക്കോസ്തിലേക്ക് പോകുന്നവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാറില്ല, ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാറില്ല, എവിടെയും അവഗണിക്കപ്പെടാറില്ല. ഒരു സാമൂഹ്യ അംഗീകാരം പെന്തക്കോസ്തിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു സാമൂഹ്യ ശക്തിയായി, ഇവിടുത്തെ പ്രബലമായ ഒരു സമുദായമായി തന്നെ പെന്തക്കോസ്ത് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിൻ്റെ മാത്യു ശാമുവേലിന്റെ നിരീക്ഷണം കൃത്യമാണ്, സത്യമാണ്. പെന്തക്കോസ്തുകാരെ ഉപദ്രവിച്ചോ എതിർത്തോ അടിച്ചോ മർദ്ദിച്ചോ ഒന്നും ഇതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്നും ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ക്രൈസ്തവ പീഡനങ്ങളുടെ 100 കണക്കിന് വാർത്തകൾ ഓരോ വർഷവും വരുന്നുണ്ട്. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ജയിലുകളിൽ 100 കണക്കിന് പെന്തക്കോസ്ത് പാസ്റ്റർമാർ തടവിലാണ്. കള്ളക്കേസുകളിൽ കുരുക്കി മതപരിവർത്തന ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിച്ച് നിരവധി പേരെ ജയിലിനകത്തിട്ടിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നെന്നറിയാമോ? ജയിലിൽ കിടക്കുന്ന അവർ അവിടെ സുവിശേഷം പറയുന്നു, അവിടെ ചില ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. ഇതാണ് ജയിലുകളിൽ പോലും സംഭവിക്കുന്നത്. മാത്യു ശാമുവേലിന്റെ നിരീക്ഷണം കൃത്യമാണ്. പെന്തക്കോസ്തിനെ തകർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തികൾക്കും സാധിക്കത്തില്ല. എതിർപ്പുകൾ കൊണ്ടോ മർദ്ദനങ്ങൾ കൊണ്ടോ ജയിൽ കൊണ്ടോ പെന്തക്കോസ്ത് ഇല്ലാതെയാകത്തില്ല. അതിശക്തമായി അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്യു ശാമുവേൽ പറഞ്ഞ കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ പല വീഡിയോകളിൽ നിന്നായി പെന്തക്കോസ്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു എൻ്റെ നിരീക്ഷണങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ദീർഘമായ ഒരു വീഡിയോ ആക്കി മാറ്റുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പരാമർശിക്കാമെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മാത്യു ശാമുവേലിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണം, കേരളത്തിലെ പാരമ്പര്യ ക്രൈസ്തവ സഭകൾ തകർച്ചയുടെ വക്കിലാണ്. ഒരു 10 വർഷത്തിനകം ഈ സഭകളെല്ലാം ശൂന്യമാക്കപ്പെടും. മാത്യു ശാമുവേൽ പറയുന്നത് സത്യമാണോ? കൃത്യമാണോ? എന്താണ് സംഭവിക്കുന്നത്? കരിസ്മാറ്റിക്കിലൂടെ എന്ത് സംഭവിച്ചു? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. കാത്തിരിക്കുക.